വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇതേണ്ട എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വന്നേക്കുവാണ് ആറ്റുകാൽ. കൂടെ അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അമ്മുക്കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പ്രാർത്ഥിക്കാൻ കയറുവാണ്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അങ്ങനെ അച്ഛൻ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് കയറി. അപ്പോഴാണ് അമ്മ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്, ഇവിടെ നാരങ്ങ വിളക്കുണ്ട്, നമുക്ക് 2 നാരങ്ങ വിളക്ക് കത്തിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി 2 നാരങ്ങ വിളക്ക് മേടിച്ചു. അമ്മയും അമ്മൂമ്മയും കൂടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു തന്നു കേട്ടോ. ചെയ്തു തന്ന് അവർ പോയി ഫ്രണ്ടിൽ നിന്നൊരു ദീപം കത്തിച്ചിട്ട് വന്നു. ഇവിടുത്തെ ഒരു മെയിൻ ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്. ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ദോഷങ്ങളുള്ളവർ വന്നിവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുവാണ്. അത് രാഹുകാലത്ത് കത്തിക്കണം. കത്തിക്കുവാണേ അവരുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന്. ഈ നാരങ്ങ വിളക്കിൽ കുങ്കുമം, തിരി, അതുപോലെ തന്നെ എണ്ണ, നാരങ്ങയുടെ ഒരു തോട്, ഇത്രയും വെച്ചാണ് അവർ തരാറ്. ഇതിനെ നമ്മൾ കൊണ്ടുപോയി ഒരു ദീപത്തിൽ നിന്ന് കത്തിച്ചിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ പറഞ്ഞ് നല്ലപോലെ പ്രാർത്ഥിച്ച് നമ്മളതവിടെ കത്തിച്ച് വെക്കണം. പിന്നെ അല്ലാത്തവർക്ക്, ഇപ്പോൾ ദോഷമില്ലാത്തവരാണെങ്കിൽ അവർക്ക് എന്ന് വേണോ എപ്പോൾ വേണോ വന്ന് കത്തിക്കാം. അതൊക്കെ അവരുടെ ഒരു സൗകര്യം പോലെ നമുക്ക് ചെയ്യാവുന്നതാണിവിടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയപ്പോഴാണ് അമ്പലത്തിൽ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഞങ്ങൾ മേടിച്ച് ഞങ്ങളത് കഴിച്ചു ആദ്യം. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ കയറി. അമ്പലത്തിൻ്റെ ചേർന്ന് തന്നെ വരുന്നൊരു കടയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറയുന്നത് അതിൽ പൂരി ആയാലും മസാല ദോശ ആയാലും അതിൽ ആ കിഴങ്ങ് കറിയിൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇതുണ്ടാവും, ഒരു ടച്ച് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാനും അമ്മയും എല്ലാവരും കഴിച്ചിട്ട് കുഞ്ഞിക്കുള്ള ഫുഡ് ഞങ്ങൾ പാഴ്സൽ മേടിച്ചു കേട്ടോ. പാഴ്സൽ മേടിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ അച്ഛനൊരു ശീലമുണ്ട്, ലോട്ടറി കണ്ടു കഴിഞ്ഞാൽ അവിടെ അപ്പം തിരിയും. അങ്ങനെ അച്ഛൻ ലോട്ടറിയൊക്കെ നോക്കി. സോ ഹലോ ഗായ്സ്, അപ്പം നിങ്ങൾ നോക്കുന്നുണ്ടാവും കുഞ്ഞ് എവിടെയാണെന്നുള്ളത്. കുഞ്ഞ് വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. കുഞ്ഞയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ കുഞ്ഞ് വീട്ടിലുണ്ട്. വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അറിയാൻ പറ്റും കുഞ്ഞ് എവിടെയാണെന്നുള്ളത്. ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ പോവുകയാണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ അച്ഛൻ കാറ് കൊണ്ടുവന്നു. പിന്നെ അമ്മയും എല്ലാവരും കയറി. ഞാൻ മാത്രം ലാസ്റ്റായിട്ടോ, ക്യാമറ പിടിക്കണ്ടേ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങും പിന്നെ ഉച്ചത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പ്ലാനിങ്ങിലായിരുന്നു. സോ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലെത്തി. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാനാണ് പ്ലാനിങ് ഒക്കെ ചെയ്ത് വച്ചേക്കുന്നത്. എന്താവുമെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ കുഞ്ഞിക്കുള്ള ഫുഡ് ഞങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ കാപ്പി പിടിച്ചിട്ടില്ല ആൾ, അപ്പോൾ ഫുഡ് കൊടുക്കണം. പിന്നെ ഞാൻ, അമ്മു, അതുപോലെ തന്നെ അമ്മ, അച്ഛൻ, കുഞ്ഞു എല്ലാവരും ആയിട്ട് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് പോകാൻ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ വിശേഷം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറാനിലോട്ട് പോയി. ഹലോ, ഇന്ന് നമ്മൾ പാറുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറാനിയിൽ വന്നു. ഞങ്ങളുടെ ചിലവല്ല, അമ്മയുടെ വക ചിലവാണ്. പാറുവിൻ്റെ അമ്മയാണ് ഇന്നത്തെ ചിലവ് കേട്ടോ. എന്തായാലും ഇന്ന് നന്നായിട്ട് കഴിക്കണം. എൻ്റെ ചേച്ചിയെ മുടിപ്പിക്കണം, അത്രയേ ഉള്ളൂ ഉദ്ദേശം. അപ്പം നമുക്ക് അകത്തോട്ട് ആവേ. പിന്നെ സ്ഥിരം ക്യാമറ കാണുമ്പോൾ ഉള്ള പോസൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അമ്മയൊക്കെ നല്ല വിശന്നിരിക്കുക. അമ്മയുടെ വകയാണ് ഇന്നത്തെ ചിലവ് ഫുള്ള്. അതുകൊണ്ട് നല്ലപോലെ കഴിക്കണം, ഒന്ന് മുടിപ്പിക്കണം, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അതാണ് ഇവിടുത്തെ വലിയൊരു പ്ലാനിങ്. പിന്നെ അച്ഛൻ അവിടെ ഇരുന്ന് ഗഹനമായിട്ട് ഐറ്റംസ് നോക്കുന്നുണ്ട്. എത്ര നോക്കിയാലും ഒന്നെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി, അതിനപ്പുറം പോകില്ല ചേട്ടാ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം കുഞ്ഞ് ഇരിപ്പുണ്ട്, കുഞ്ഞയ്ക്കും വിശന്ന് തുടങ്ങി. അതുപോലെ തന്നെ അമ്മ ഇന്ന് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് പട്ടിണിയിലാണ്. അയ്യോ, ഞാൻ പട്ടിണി ആയതുകൊണ്ട് 3 ദിവസമായി ആഹാരം. പിന്നെ കുഞ്ഞിക്ക് എപ്പോൾ ഫോൺ കണ്ടാലും പോസ് പിടിക്കുള്ളൊരു ശീലമാണ് കേട്ടോ. ദേ പാറു എല്ലാവർക്കും വിസ്കിയും ബ്രാൻഡിയൊക്കെ ഒഴിക്കുന്നുണ്ട്. പാറു എനിക്കൊരു ഫുള്ളേ ലാർജ് ഒരു ലാർജ് അല്ലേ പാറു? അത് ചീത്തിപ്പോയി.
ഫോട്ടോ എടുക്കല്ലേ ഇങ്ങ് വാ. ഇതാ എൻ്റെ ചേച്ചി വലിഞ്ഞ് വലിഞ്ഞ് പോണ കണ്ട പാവം ചേട്ടനെ ഒരിക്കലും വെറുതെ വിടൂല അവള്. എപ്പോൾ കണ്ടാലും ഫോട്ടോ. വല്ല ആവശ്യമുണ്ടായിരുന്നു. അയ്യോ പാവം ബ്ലിങ്ക് അടിച്ചിരിക്കണ്. പെട്ടുപോയി ദാസ. ഒരു ഫോട്ടോ എടുത്തോ അശോ? ഞാൻ പറഞ്ഞ സ്പീഡിൽ ചേച്ചി തിരിച്ചു വന്നിരിക്കുന്ന കണ്ട. പാറു ആണെങ്കിൽ കിടന്ന് തള്ളി മറിക്കുകയാണ് ഇന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുകയാണ് പാറു. പാറുവിൻ്റെത് പുതിയ ഫ്രോക്കാണ്. നോക്കട്ടെ പാറു, അവന്റെ ഡ്രസ് നമ്മുടെ സ്റ്റുഡിയോ ഫ്രോക്കാണേ. കടുത്തുപോയി. ആർക്ക് പാറു? ഇത് അമ്മു ആണെങ്കിൽ ശോചനീയമായ അവസ്ഥയിലാണ്. വല്ലതും തരൂ. ഒറ്റ ഫ്രെയിമിൽ 3 പേര്. ഈ 3 പേർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ബർത്ത്ഡേ ജാനുവരിയിലാണ്. പാറു ജാനുവരി 2 ആണ്. അമ്മു ആണെങ്കിൽ ജാനുവരി 17 ആണ്. ചേച്ചിയാണെങ്കിൽ ജാനുവരി 19 ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, പാറുവിന് മാത്രമാണ് സ്പെഷ്യലായിട്ട് വല്ലതും കിട്ടുന്നത്. അമ്മുവിനും ചേച്ചിക്കും രണ്ടുപേരുടെയും കേക്ക് ഒരു കോമൺ ഡേയിൽ കട്ട് ചെയ്യും. എന്നിട്ട് അവർ ബർത്ത്ഡേ ആഘോഷിക്കും കേട്ടോ. പിന്നെ അവർ ഹാപ്പിയാണ്. അങ്ങനെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ ചേച്ചിയും അമ്മുവും ബർത്ത്ഡേ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുഡൊക്കെ വന്നപ്പോഴാണ് എനിക്ക് അതിലും വലിയൊരു സർപ്രൈസ്. ചേട്ടൻ എനിക്കൊരു ഡയറി മിൽക്ക് മേടിച്ചു തന്നു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ്, മട്ടൺ റോസ്റ്റ്, പിന്നെ ബിരിയാണി എല്ലാം വന്നത്. അതിൻ്റെ പിറകെ സാവധാനം വേറൊരു ഐറ്റം വരുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മളുടെ മന്തിയിലാണ് എനിക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ പോയത്. അപ്പോഴും കുഞ്ഞമ്മ ക്യാമറയിലാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ കുഞ്ഞമ്മ ക്യാമറ കോൺസെൻട്രേറ്റ് ചെയ്താലും എൻ്റെ കോൺസെൻട്രേഷൻ മാറത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഫുള്ള് കഴിച്ചു തീർത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജ്യൂസ് ഐറ്റംസ് ഓർഡർ ചെയ്തു. അത് മിൻറ്റ് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഷമാമിൻ്റെ ഒരു ഐറ്റം ഓർഡർ ചെയ്തു. പിന്നെ ബട്ടർ സ്കോച്ചാണ് ഓർഡർ ചെയ്തത്. ഇത്രയും ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. ഒരാൾ സൈഡിൽ ഇരുന്ന് 2 ഗ്ലാസ്സിൽ ഒരുമിച്ച് കുടിക്കുവാന്നേ. ഞാൻ വിചാരിച്ചു അതിൻ്റെ പങ്ക് എനിക്ക് കിട്ടും എന്നൊക്കെ. പക്ഷെ കിട്ടിയില്ല കേട്ടോ. ഇതെങ്ങനെ ഇടം ഉണ്ടോ വയറിലെന്നൊന്നും ഒന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടി, ഗ്ലാസ് കിട്ടി, സ്ട്രോയും കിട്ടി. അല്ലാണ്ട് അതിലൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഷമാമിൻ്റെ ഗ്ലാസ് വന്നത്. പിന്നെ ഞാനത് വെച്ച് 2 പോസൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കും ബർത്ത്ഡേ ആയിട്ട് എന്താ പുറത്തുനിന്ന്. വേറൊന്നുമല്ല കേട്ടോ, എല്ലാവരും ബിസി ആയിരുന്നു ഇത്തവണ. അതുകൊണ്ട് ഞങ്ങൾ കരുതി പുറത്ത് പോകാൻ ഫുഡ് കഴിക്കാമെന്ന്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് മുറിക്കുന്നതിലും വലിയൊരു താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കേക്കൊന്നും മേടിച്ചില്ല. കാരണം അത്രയ്ക്ക് ഫുൾഫില്ലായി കേട്ടോ വയറ്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ബെഡ് കണ്ടാൽ മതി, ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി, അത്രയ്ക്ക് ഫില്ലായിപ്പോയി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. പിന്നെ വൈൻഡപ്പ് ചെയ്യുന്നതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.